അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാ, പെങ്ങളെ നല്ലതുപോലെ കേൾക്കണേ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിച്ചത് പാവപ്പെട്ടവനായ അലിയാര് തങ്ങളാണ്. പടച്ചവനെ, ഒരു ദിവസം അതാ അലിയാര് നിങ്ങള് വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് രാത്രിയിൽ കടന്നു വരുമ്പോ ഫാത്തിമയുടെ മുഖമങ്ങ് വാടിയിരിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്ത് വല്ലാത്ത സങ്കടം. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തു പറ്റി ഫാത്തിമ, നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ? ഫാത്തിമ പറഞ്ഞു, ഒന്നുമില്ല. എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. അവസാനം അലിയാര് തങ്ങള് ഫാത്തിമ ബീവിയുടെ അടുത്ത് വന്നിരിക്കുമ്പോ കയ്യിലൊന്ന് പിടിക്കുകയാ. സുബ്ഹാനല്ലാഹ്, കയ്യിൽ പിടിക്കുമ്പോ ഫാത്തിമ നിലവിളിച്ചുകൊണ്ട് കൈവലിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിലൊന്ന് പിടിച്ചപ്പോ ഫാത്തിമ ബീബി കരയാൻ തുടങ്ങി. അലിയാര് തങ്ങൾ നോക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പൊട്ടിയിരിക്കുകയാ. കല്ലുകൊണ്ട് കല്ലു പിടിച്ചിട്ട് അടുക്കളയിൽ ജോലി ചെയ്തിട്ട് വീട്ടു ജോലി ചെയ്തിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പൊട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അലിയാര് തങ്ങൾ പാവപ്പെട്ടവനാ. അവിടുത്തെ കഷ്ടപ്പാട് എന്തെന്നറിയോ? അലിയാര് തങ്ങൾ ഗോതമ്പ് മേടിച്ചു കൊണ്ടുവന്ന് ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കും. ഫാത്തിമ ബീവി അത് ആട്ടുകല്ലിൽ പൊടിച്ചിട്ട് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കും. അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാ ആ കുടുംബം കഴിയുന്നത്. അവിടെ വല്ലാത്ത ജോലിയാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിറാജ് ഉസ്താദെ, കല്ല് പിടിച്ച കൈ പൊട്ടുവോ? പൊട്ടും പെങ്ങളെ. ഫാത്തിമ ബീവിയുടെ തിരക്കും ഫാത്തിമ ബീവിയുടെ കഷ്ടപ്പാടും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അതിന് ഫാത്തിമ ബീവിയുടെ ജീവിത ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് ആൺകുട്ടികളുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകൾക്ക്. ഈ ഹസനും ഹുസൈനും തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസം. 2 മക്കളും തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ മക്കളെ എങ്ങനെയാണ് ഫാത്തിമ ബീവി ഉറക്കുന്നതെന്നറിയോ? 2 മക്കളെ തൊട്ടിലിൽ കിടത്തിയിട്ട് ഫാത്തിമ ബീവി ഒരു കയറിന്റെ ഒരു ഭാഗം ആ തൊട്ടിലിൽ കെട്ടിവെച്ചിരിക്കുകയാ. മറുഭാഗം തന്റെ കാലിൽ കെട്ടിയിട്ടിട്ടുണ്ട്. തന്റെ പൊന്നാര മക്കള് കരയുമ്പോ ഫാത്തിമ ബീവിക്ക് എഴുന്നേറ്റ് പോയി തന്റെ മക്കളെ ആട്ടി അവരുടെ കരച്ചിൽ മാറ്റാൻ പറ്റാത്തത് കാരണം തന്റെ കാലുകൊണ്ടിങ്ങനെ ആട്ടിയാണ് തന്റെ മക്കളെ പോലും ഉറക്കിയത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അത്രത്തോളം കഷ്ടപ്പാട്, അത്രത്തോളം പ്രയാസം. ഫാത്തിമയുടെ സങ്കടം, ഫാത്തിമയുടെ അവസ്ഥ കണ്ടപ്പോ അലിയാര് തങ്ങൾക്കും വല്ലാത്ത സങ്കടമായി. അങ്ങനെ 2 പേരും കൂടെ രാത്രിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. 2 പേരും രാത്രിയിൽ ഇങ്ങനെ കിടക്കുന്നു, ഉറക്കം വരുന്നില്ല. അപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പറഞ്ഞു, ഫാത്തിമ, ഫാത്തിമ, നിന്റെ പ്രയാസം മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. നിന്റെ പ്രയാസം മാറാൻ ചെവിയിലടിക്കല്ലേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയോട് പറയുന്നു, ഞാൻ പറഞ്ഞു തരാം ഒരു വഴി. അലിയാര് തങ്ങൾ പറയുമ്പോ ഫാത്തിമ ചോദിച്ചു, എന്താണ് അലിയെ? ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഫാത്തിമയോട് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, നീ നാളെ നിന്റെ വാപ്പാനെ കാണാൻ പോകണം. നീ നിന്റെ ഉപ്പാനെ നാളെ കാണാൻ പോകണം. എന്നിട്ട് നിന്റെ സങ്കടമെല്ലാം പറയണം. ഈ കൈ കാണിച്ചു കൊടുക്കണം വാപ്പാനോട്. എന്നിട്ട് നിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്, പരാതി എന്താണ്, നിന്റെ പ്രയാസങ്ങളെ കുറിച്ച് നിന്റെ വാപ്പയോട് നീ പറയണം. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നീ ഉപ്പാനോട് ചോദിക്കണം, ഉപ്പാ, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ, ഒരെണ്ണത്തെ എനിക്ക് താ വാപ്പ. ഒരടിമ എനിക്കിതാ. ഒരടിമ എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എനിക്ക് സഹായമായി. ഫാത്തിമ, നിന്റെ കഷ്ടപ്പാട് മാറും, നിന്റെ പ്രയാസം മാറും, നിനക്ക് സഹായത്തിന് ഒരാളെ കിട്ടുമല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ചിന്തിച്ചു, പടച്ചവനെ, അലിയാര് തങ്ങൾ പറഞ്ഞത് ശരിയാ. പാപ്പാടെ കയ്യിൽ ഒരുപാട് അടിമയുണ്ട്, ഒരാളെ കിട്ടിയാൽ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ തീരുമല്ലോ. അങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ജോലിയെല്ലാം കഴിഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, നീ നിന്റെ ഉപ്പാന്റെ അടുക്കലേക്ക് പോ. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വലിയ പ്രതീക്ഷയോടുകൂടി തന്റെ പിതാവിനെ കാണാൻ നബി തങ്ങളുടെ വീട്ടിലേക്ക് പോകുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പിതാവിനെ കാണാൻ ഫാത്തിമ അവിടുന്ന് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്
അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിലില്ല. നബി തങ്ങൾ അന്ന് നേരം വെളുത്തപ്പോഴേ ഒരു യാത്ര പോയി. ഫാത്തിമയ്ക്ക് വല്ലാത്ത സങ്കടമായി. വാപ്പയെ കാണാതെ വന്നപ്പോ വല്ലാത്ത സങ്കടമായി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ കൈ കാണിച്ചു കൊടുക്കുകയാണ്. തന്റെ സങ്കടം പറയുകയാണ്. ഉമ്മ, വല്ലാത്ത കഷ്ടപ്പാടാ ഉമ്മ, വല്ലാത്ത ജോലിയാ ഉമ്മ, എന്റെ കൈ കണ്ടോ ഉമ്മ, ജോലി ചെയ്തിട്ട് കല്ല് പിടിച്ചിട്ട് എന്റെ കൈ പൊട്ടിയിരിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന നബി തങ്ങളുടെ പൊന്നാര മകള് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ ചരിത്രം മുഴുവനും പറയുകയാണ്. ഉമ്മ, വാപ്പ വരുമ്പോ പറയണ്, എനിക്കൊരടിമയെ വേണം, എനിക്കൊരടിമയെ വേണം. ഉമ്മ പറയണം, എനിക്ക് തന്നേ പറ്റൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് ഫാത്തിമ ബീബി ആയിഷ ഉമ്മയോട് പറയുകയാണ്. ആയിഷ ബീബി സമാധാനിപ്പിക്കുകയാ, ഞാൻ ഉപ്പ വരുമ്പോ പറയാ. ഫാത്തിമ, നീ സമാധാനത്തോടെ പോ, അല്ലാഹുവിന്റെ റസൂല് വരുമ്പോ ഞാൻ പറയാ നിന്റെ കാര്യങ്ങള്. അങ്ങനെ ഫാത്തിമ ബീബിയെ തിരിച്ച് പറഞ്ഞു വിട്ടു. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകനെന്ന് പാതിരാത്രിയാണ് കടന്നു വരുന്നത്. ഒരുപാട് താമസിച്ചാണ് നബിതങ്ങൾ വന്നത്. അന്ന് താമസിച്ചാണ് നബിതങ്ങൾ വന്നത്. ക്ഷീണത്തോടെ നബിതങ്ങൾ വീടിനകത്ത് കയറി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കിടക്കാൻ പോകുമ്പോ ആയിഷ ബീബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, പൊന്നുമോള് ഫാത്തിമ വന്നിരുന്നു നബിയേ. കൈ രണ്ടും പൊട്ടിയിരിക്കുകയാണ്. വല്ലാത്ത ബേജാറിലാണ്, വല്ലാത്ത സങ്കടത്തിലാണ്. അടിമയെ വേണമെന്ന് പറയുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ബീവി പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോ നബിതങ്ങളുടെ മുഖം പാടിയടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് പാടുകയാണ്. നബിതങ്ങൾ ആ രാത്രിയിൽ എഴുന്നേറ്റു. എനിക്ക് എന്റെ മകളെ കാണണം, എനിക്ക് എന്റെ ഫാത്തിമയെ കാണണം. അല്ലാഹുവിന്റെ റസൂലിനോട് അലിയാർ അതാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, നബിയേ, രാത്രിയായി നബിയേ, രാവിലെ പോകാൻ നബിയേ, സുബഹി കഴിഞ്ഞു പോകാൻ നബിയേ. നബിതങ്ങൾ പറഞ്ഞു, ഇല്ല, എനിക്ക് എന്റെ ഫാത്തിമയെ കാണണം. ആ പാതിരാത്രിയിൽ തന്നെ നബിതങ്ങളെ ഇറങ്ങിയടോ. ആ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന നബിതങ്ങൾ ആ രാത്രിയിൽ തന്നെ പൊന്നാര മകളെ കാണാൻ ഇറങ്ങി. ഫാത്തിമ ബീബിയുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് സലാം പറഞ്ഞു. അവിടെ നിന്ന് സലാം അടക്കി നബിതങ്ങൾ വീടിനകത്തേക്ക് കടന്നു ചെന്നു. അലിയാര് തങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ചാടി എഴുന്നേക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞു, ഇരിക്കലിയേ, ഇരിക്കു ഫാത്തിമ. രണ്ടുപേരെയും നബിതങ്ങൾ പിടിച്ചിരുത്തി. രണ്ടുപേരുടെ ഇടയിലിരുന്നു. ഫാത്തിമ എന്ന കരളിന്റെ കഷ്ടമായ പൊന്നുമകളുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പെൺമക്കളുള്ള പിതാക്കന്മാര് പഠിക്കേണ്ട ചരിത്രമാണ്. ഒരു വാപ്പ ആരാകണമെന്നറിയോ? ഒരു വാപ്പ ആരാകണമെന്ന് നിബിധങ്ങൾ പഠിപ്പിക്കുകയാണ്. എടുത്ത് ചാടാൻ പാടില്ല, പടച്ചവനെ വാശി കാണിക്കാൻ പാടില്ല. അതാ സമാധാനത്തോടെ വേണം ഒരു വാപ്പ പെരുമാറാറ്. അല്ലാഹുവിന്റെ പ്രവാചകന് കൈപൊട്ടികെട്ട് സങ്കടം പറഞ്ഞ് വീട്ടിൽ വന്ന് പരാതി പറഞ്ഞ ആ പൊന്നാര മകളുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പിതാവ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, ഫാത്തിമ, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ? പടച്ചവനെ, കഷ്ടപ്പാട് കാരണം കൈപൊട്ടികെട്ട് സങ്കടം പറഞ്ഞ പൊന്നുമകളോട് രാത്രിയിൽ നബിതങ്ങളെന്ന് പറയുന്ന പിതാവ് ചോദിച്ച ചോദ്യമാണ്, ഫാത്തിമ, ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ? ഒരു വാപ്പ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാകണം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിഫലം പറയുകയാ, ഫാത്തിമ, ഭക്ഷണം വെച്ചാൽ ഇന്ന പ്രതിഫലമാണ്, വീട് തൂത്താൽ ഇന്ന പ്രതിഫലമാണ്, വസ്ത്രം കഴുകിയാൽ ഇന്ന
പ്രതിഫലമാണ്. പൊന്നാര മകളോട് നബി തങ്ങൾ ഓരോന്നും അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവസാനം ചോദിച്ചു, ഫാത്തിമ, ഒരടിമയെ ചോദിച്ച് വീട്ടിൽ വന്നല്ലോ, ഒരടിമയെ ചോദിച്ച് വീട്ടിൽ വന്നല്ലോ, ഒരടിമയെ ലഭിക്കുന്നതിനേക്കാ നിനക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരാ. നിനക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്താ വാപ്പാ, എന്താ വാപ്പാ? അല്ലാഹുവിന്റെ പ്രവാചകന് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളോട് ആ പാതിരാത്രിയിൽ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത നന്മ എന്തെന്നറിയോ? ഫാത്തിമ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഈ ദിക്ർ പറയണേ മോളെ, ഈ ദിക്ർ പറയണേ മോളെ. ഇതാണ് നിനക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രയോജനമുള്ള ഒരു നന്മയെന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഞാൻ എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകൾ 29ാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറയുന്നത്. അതാ ഫാത്തിമ എന്ന് പറയുന്ന നബി തങ്ങളുടെ പൊന്നാര മകള് മരിക്കുന്ന ദിവസവും പറഞ്ഞു, പെങ്ങള് മരിക്കുന്ന ദിവസവും ഫാത്തിമ ബീവി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നബി തങ്ങൾ പറഞ്ഞ ഈ നന്മ മുടക്കിയിട്ടില്ല. അലിയാർ തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമഅതുഹാ മിൻ റസൂലില്ലാഹ്. അലിയാർ തങ്ങൾ മുടക്കിയിട്ടില്ല. അലിയാർ തങ്ങൾ പറയുകയാ, ഞാനും ഇന്ന് വരെ മുടക്കിയിട്ടില്ല, മരിക്കുന്നത് വരെ മുടക്കാറുമില്ല. പടച്ചവനെ, നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു നന്മയാണോ? അതുകൊണ്ട് വാഴ കേൾക്കാമെന്നവരോട് പറയുകയാണ്, ഇത് നിസ്സാരമായി കാണരുത്. ഉസ്താദേ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതാണോ വാഴ പറയുന്നത്? ഇത് പറയാനാണോ അരമണിക്കൂർ എടുത്തത്? എടോ, നമുക്കിതൊക്കെ ചെറുതായി പോയടോ. എന്നാൽ ഇതിന്റെ പ്രതിഫലം നമുക്കറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മദീനത്തിലെ പാവപ്പെട്ട മുഹാജിറുകൾ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പ്രതിഫലം മുഴുവനും പണക്കാര് കൊണ്ടുപോവുകയാണ്, സമ്പന്നന്മാര് സ്വർഗം കൊണ്ടുപോയി നബിയേ, പ്രതിഫലം മുഴുവനും അവര് കൊണ്ടുപോയി നബിയേ. അവര് വർഷാവർഷം ഹജ്ജ് ചെയ്യുന്നു, തോന്നുമ്പോ ഉംറയ്ക്ക് പോകുന്നു, അവര് സക്കാത്ത് കൊടുക്കുന്നു, അവര് സദഖ കൊടുക്കുന്നു, അവരെല്ലാ നന്മകളും ചെയ്യുന്നു. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല നബിയേ. ഏത് കാലത്ത് ഹജ്ജിന് പോകാനാ, ഏത് കാലത്ത് ഉംറയ്ക്ക് പോകാനാ? ഞങ്ങളുടെ കയ്യിലിട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ വേറെ ഒരു ജോഡിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അസ്ഹാബുൽ കഹ്ഫ്, അസ്ഹാബ് സുഫിൽപ്പെട്ട സഹാബികൾ നബി തങ്ങളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയോ? സഹാബ, ഹജ്ജ് ചെയ്ത കൂലി വേണോ? ഹജ്ജ് ചെയ്ത കൂലി വേണോ? പെങ്ങള്, ഹജ്ജ് ചെയ്ത കൂലി നിനക്ക് വേണോ മോളെ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യർ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായിലിരുന്ന് കൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, നിസ്കാരപ്പായിലിരുന്നിട്ട് ഒരു മനുഷ്യനെ ദിക്ർ പറഞ്ഞ അവന് ഹജ്ജിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ പറയുന്നു എങ്ങനെ ദുആ ചെയ്യണമെന്നറിയോ? വഅദ കേൾക്കുന്ന പെങ്ങള്, ചുമ്മാ
ഒരുപാട് മണിക്കൂറുകൾ കടന്ന് നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? ഒരു സാമ്പിൾ പറഞ്ഞു തരാ, നിനക്ക് ഞാനൊരു സാമ്പിൾ പറഞ്ഞു തരാ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ഇതുപോലെ ദുആ ചെയ്തിട്ടുണ്ടോ? പെങ്ങളെ വർക്കല ബീച്ചിൽ പോയിട്ടുണ്ടല്ലോ. എന്തിനാ? കൊല്ലം ബീച്ചിൽ കടന്നു പോകുന്നവരാണ് നമ്മൾ. ആ കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോ നമുക്ക് പേടിയാ. അതിന്റെ മുമ്പിൽ പോകാൻ വല്ലാത്ത പേടിയാണ്. അകപ്പെട്ടു പോയാ മരിച്ചു പോകുമല്ലോ. അതുകൊണ്ട് കടലിന്റെ തിരമാലകൾ കാണുമ്പോ തന്നെ നമുക്ക് വല്ലാത്ത പേടിയാണ്. നിങ്ങൾ കടലിൽ പോയിട്ടുണ്ടോ സഹോദരാ? സഹോദരങ്ങളോട് ചോദിക്കുകയാ, നിങ്ങൾ മീൻ പിടിക്കാൻ കടലിന്റെ നടുവിലേക്ക് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ. വല്ലാത്ത പ്രയാസമാണ്. കടലിന്റെ ഉള്ളിലേക്ക് പോകും തോറും വല്ലാത്ത പ്രയാസമാ. പടച്ചവനെ അല്ലാഹുവേ, ഞാൻ അങ്ങനെ കടലിലേക്ക് മീൻ പിടിക്കാൻ പോയപ്പോ അല്ലാഹുവേ, മുകളിൽ ആകാശം, 4 ഭാഗത്തും വെള്ളമാണ്. കര കാണുന്നില്ലടോ. കര എവിടെയാണെന്നറിയില്ല. വല്ലാത്ത പേടിയായി, വല്ലാത്ത പേടിയായി. അവസാനം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് കര കണ്ടുപിടിക്കുന്നത്? ബോട്ട് ഓടിക്കുന്ന മനുഷ്യൻ എനിക്ക് കാണിച്ചു തന്നു, ഇങ്ങനെയാ പോകേണ്ടത്. അവസാനം ഞാൻ ചോദിച്ചു, ഇവിടെ ആഴമുണ്ടോ, ഇവിടെ ആഴമുണ്ടോ? ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, നാട്ടിലെ തെങ്ങിന്റെ നീളത്തോളം ആഴമുണ്ട് ഉസ്താദ്. ആ കടലിൽ ഒരു മനുഷ്യൻ വീണാലോ? കരയിലല്ലടോ, ആ നടുകടലിൽ ഒരു മനുഷ്യൻ വീണാൽ എത്ര നീന്തലറിയുന്ന മനുഷ്യനാണെങ്കിലും രക്ഷപ്പെടാൻ സാധ്യതയില്ല, രക്ഷപ്പെടാൻ സാധ്യതയില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇനി കടല് പോകട്ടെ മോനെ. ആ കടലിന്റെ ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലത്താണ് തിമിംഗലം എന്ന് പറയുന്ന മീൻ ജീവിക്കുന്നത്. അത് കടലിലെ ഏറ്റവും നീളം കൂടിയ മീനാണ്. നീ കണ്ടിട്ടുണ്ടോ? ലക്ഷദ്വീപില് വഴുതിന് പോയപ്പോ അവിടെ ഒരു മ്യൂസിയം ഉണ്ടോ. അതിനകത്ത് ചെല്ലുമ്പോ പടച്ചവനെ, ഈ കെട്ടിയിരിക്കുന്ന പന്തലിന്റെ നീളമുണ്ടോ. ഒരു മുള്ളിങ്ങനെ നീട്ടി വച്ചിരിക്കുകയാണ്. ചോദിച്ചപ്പോ പറഞ്ഞു, ഉസ്താദ്, ഇതൊരു ചെറിയ തിമിംഗലത്തിന്റെ മുള്ളാണ്. സുബ്ഹാനല്ലാഹ്, അതിന് ഇത്രത്തോളം വലിപ്പമുണ്ടെങ്കിൽ വലിയ തിമിംഗലത്തെ കുറിച്ച് ചിന്തിക്കടോ. അത് കടലിലെ ഏറ്റവും വലിയ മീനാണ്. കടലിന്റെ അടിയിൽ ജീവിക്കുന്ന മീനാണ്. ആ മീനിന്റെ വയറിനകത്തെങ്ങാണം ഒരു മനുഷ്യനകപ്പെട്ടു പോയാൽ രക്ഷപ്പെടുമോ സഹോദരാ? അടാ, കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമിംഗലമെന്ന് പറയുന്ന മീനിന്റെ വയറിനകത്തൊരു മനുഷ്യന് പെട്ടുപോയാൽ എങ്ങനെ രക്ഷപ്പെടാനാണ്? 1% പോലും ചാൻസ് ഇല്ലടോ. എന്നാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് നടുകടലിൽ വലിച്ചെറിയുകയാണ്. നമുക്ക് ചരിത്രം പഠിച്ചവരാണ്. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകര് കപ്പലിൽ നിന്ന് കടലിലേക്ക് വലിച്ചെറിഞ്ഞടോ. അതാ യൂനുസ് നബി കടലിലെ വെള്ളത്തിലേക്ക് വീഴുമ്പോ തിമിംഗലം എന്ന് പറയുന്ന മീൻ വന്ന് വിഴുങ്ങുകയാണ്. യൂനുസ് നബി മീനിന്റെ വയറിനകത്ത് കിടക്കുകയാണ്. എവിടെയാ? കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മത്സ്യത്തിന്റെ വയറിനകത്ത് മനുഷ്യനായ യൂനുസ് നബി അലൈഹിസ്സലാം രക്ഷപ്പെടുമോ സഹോദരാ? നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കടോ, നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്ക്. 1% ചാൻസ് ഉണ്ടോ? ഒരു ഓപ്ഷനുമില്ല, ഒരു ചാൻസുമില്ല, ഒരു വഴിയുമില്ല. എന്നാ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ ആ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് ദുആ ചെയ്യുകയാ. വനാദാ ഫിദ്ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ. എവിടെ കിടന്ന സഹോദര? തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ വിളിക്കുകയാണ്. വനാദാ ഫിദ്ദുലുമാത്. പടച്ചവൻ
പടച്ചവനെ ആ കടലിന്റെ ഇരുളിന്റെ അകത്ത് ആ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് നബി വിളിക്കുന്നു, അല്ലാ എന്നെ സഹായിക്കണേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ തന്നെ പറയുകയാണ്, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂ. യൂനുസങ്ങാണം അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ കടക്കുമായിരുന്നു. അതാ ആഴ്ചകൾ കഴിഞ്ഞു. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന്റെ അതാ ഒരു രോമത്തിന് പോലും പ്രശ്നമില്ലാത്ത രീതിയിൽ ആ മീൻ കൊണ്ടുവന്ന് കരയിലേക്ക് കൊണ്ടുവന്ന് ഛർദ്ദിച്ചു വെച്ചു എന്ന് ചരിത്രം പറയുമ്പോ ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇരിക്കുന്ന ഓരോ ആണിനോടും ചോദിക്കുകയാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ഇതുപോലെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇതിനാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. എന്നാ ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്തെന്നറിയോ? നിരാശയാ സഹോദരാ, എല്ലാവർക്കും നിരാശയാണ്. പടച്ചവനെ, ഇനി ഒരു രക്ഷയുമില്ല, എല്ലാ കച്ചവടവും പോയി, എല്ലാം പ്രശ്നമാണ്. നിരാശയാടോ, നിരാശയാടോ, എല്ലാ വഴികളും അടഞ്ഞു പടച്ചവര്, ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞ് നിരാശയോടുകൂടി ജീവിക്കുന്നവരാ നമ്മള്. ഇല്ല സഹോദരാ, നിരാശ വൻപാപമാണ്, നിരാശ വൻപാപമാണ്. സാധാരണ തെറ്റല്ലടോ, നിരാശ വൻപാപമാണ് സഹോദരാ. നിനക്ക് വീട് തരാൻ അല്ലാഹുവിന് കഴിവില്ല, നിനക്ക് മക്കളെ തരാൻ അല്ലാഹുവിന് കഴിവില്ല, നിനക്ക് ജോലി തരാൻ അല്ലാഹുവിന് കഴിവില്ല, നിന്റെ രോഗം മാറ്റാൻ അല്ലാഹുവിന് കഴിവില്ല. എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹ്, എല്ലാത്തിനും കഴിവുള്ളവനാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദ് കല്യാണം കഴിഞ്ഞ് 9 കൊല്ലമായി മക്കളില്ല, എന്തിനാ മോനെ നിരാശപ്പെടുന്നത്? എന്തിനാ നീ നിരാശപ്പെടുന്നത്? നീ അല്ലാഹുവിനോട് ദുആ ചെയ്യ്, നീ അല്ലാഹുവിനോട് ദുആ ചെയ്യ്. ഞാൻ നിങ്ങൾക്കൊരു ദുആ പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകനായ സക്കരിയ നബി അലൈഹിസ്സലാം, സക്കരിയ നബിയുടെ ചരിത്രം അറിയുമോ? ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുടെ മിഹ്റാബില് മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുകയാണ്. ഉമ്മ പള്ളിക്ക് നേർച്ച ചെയ്തതാണ്. ഗർഭിണിയായിരുന്നപ്പോ ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ട് അതാ അവിടെ നിന്ന് മഹദി പറയുന്നു, എന്റെ കുഞ്ഞിനെ ഞാൻ പള്ളിക്ക് കൊടുക്കാ. അല്ലാഹുവേ, പ്രസവിച്ചപ്പോ പെൺകുട്ടിയായി. ഉമ്മ പറഞ്ഞ വാക്കു പാലിച്ചു, മറിയമിനെ കൊണ്ടുപോയി പള്ളിയിൽ കൊടുത്തു. അങ്ങനെ സക്കരിയ നബിയാണ് മറിയമിനെ വളർത്തുന്നത്. പള്ളിയുടെ മിഹ്റാബിലേക്ക് ഒരു ദിവസം കടന്നു ചെല്ലുമ്പോ സക്കരിയ നബി കാണുന്ന കാഴ്ച എന്താ? മറിയം ബീബി പഴം കടിച്ചു കൊണ്ടിരിക്കുകയാ. എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി അവിടെ നിന്ന് പഴം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല, സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല. ആ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് ഫാത്തിമ എന്ന് പറയുന്ന മറിയം എന്ന് പറയുന്ന പെൺകുട്ടി കഴിച്ചു കൊണ്ടിരിക്കുന്നത്. സക്കരിയ നബി ചോദിക്കുന്നു, മറിയമേ, എവിടെ നിന്നാ മറിയമേ ഈ പഴം? എവിടെ നിന്നാണ് മറിയമേ? മറിയം ബീബിയുടെ മറുപടി എന്തെന്നറിയുമോ? ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാ, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. പടച്ചവനെ, കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി മക്കളില്ലാത്ത പ്രവാചകന്, വൃദ്ധനായ പ്രവാചകന്, പടച്ചവനെ സക്കരിയ നബിക്ക് 100 വയസ്സ് കഴിഞ്ഞടോ. 120 വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രം പറയുകയാണ്. 100 വയസ്സുള്ള സക്കരിയ നബി, മക്കളില്ലാത്ത സക്കരിയ നബി അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ, പ്രായമായി റബ്ബേ, എല്ലുകളിൽ നിന്ന് മാംസങ്ങൾ വിട്ടുകഴിഞ്ഞു റബ്ബേ, ഒരുപാട് പ്രയാസങ്ങളുണ്ട് റബ്ബേ.
അല്ലാഹുവേ എനിക്കും മക്കളില്ല അല്ലാ, എനിക്കും മക്കളില്ല അല്ലാ, സാധ്യതയില്ല അല്ലാ. അതാ സക്കരിയ നബി പറയുന്നു വകാനത് ഇംറഅതി ആകിറാ, എന്റെ ഭാര്യയുടെ അവസ്ഥയും അങ്ങനെയാ തമ്പുരാന്, അവള് പ്രസവിക്കാത്തവളാണ് തമ്പുരാന്. പെങ്ങളെ അതാ മെൻസസ് നിലച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണിന് 40-50 വയസ്സാകുമ്പോ മെൻസസ് പോലും നിലച്ചു പോകുമല്ലോ. ആ മെൻസസ് നിലച്ചു പോയ ഒരു പെണ്ണ് പ്രസവിക്കുമോ പെങ്ങള്? സക്കരിയ നബി പറയുകയാണ് എന്റെ ഭാര്യയ്ക്ക് പ്രായമായി റബ്ബേ, അവള് പ്രസവിക്കാത്തവളാണ് റബ്ബേ, അവളുടെ മെൻസസ് പോലും നിലച്ചു പോയി റബ്ബേ. അല്ലാ, ഞങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലോ, ചാൻസ് ഇല്ല അല്ലാ, ചാൻസ് ഇല്ല അല്ലാ. പക്ഷേ നിനക്ക് കഴിയുമല്ലാ, ഞങ്ങൾക്കൊരു മകനെ തരാൻ നിനക്ക് കഴിയുമല്ലാ. അതുകൊണ്ട് എനിക്ക് വേണം തമ്പുരാന്, എനിക്കൊരു മോനെ വേണം തമ്പുരാന്. സക്കരിയ നബി എന്ന് പറയുന്ന പ്രവാചകന് വയസ്സാങ്കാലത്ത് പടച്ചവനോട് പറയുകയാ എനിക്കൊരു മകനെ വേണമല്ലാ, എനിക്കൊരു മകനെ വേണമല്ലാ. അല്ലാഹു കൊടുത്തു വാപ്പാ. മക്കളില്ലാത്ത പെങ്ങള് ഡോക്ടർമാര് പലതും പറയും പൊന്നുമോള്, അവര് പലതും നിന്നോട് പറയും നീ അകപ്പെട്ടു പോകരുത്, നീ മുസ്ലിമാണ്, നീ അല്ലാഹനെ വിശ്വസിക്കുന്നവനാണ്, അല്ലാഹുവിന് സർവ്വതിനും കഴിവുള്ളവളാണെന്ന് വിശ്വസിക്കുന്നവളാ. അവര് പറയുന്നത് വിശ്വസിക്കല്ലേ പൊന്നുമോള്. സക്കരിയ നബി അല്ലാഹനോട് പറയുകയാ എനിക്ക് പ്രായമായി, എന്റെ ഭാര്യയ്ക്ക് പ്രായമായി, ഒരു സാധ്യതയുമില്ല ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാകാൻ, പക്ഷേ എനിക്ക് വേണം തമ്പുരാന്. അല്ലാഹു കൊടുത്തു വാപ്പാ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം 120ഓളം വയസ്സോ പ്രായമുണ്ട് സക്കരിയ നബിക്ക്. അപ്പൊ നിങ്ങൾ ആലോചിക്ക് സക്കരിയ നബിയുടെ ആരോഗ്യസ്ഥിതി. സക്കരിയ നബി തന്നെ അള്ളാഹിനോട് പറയുന്നുണ്ട് എനിക്ക് ഇന്ന പോരായ്മ, ഇന്ന പോരായ്മ, ഇന്ന പോരായ്മ, എന്നെ കൊണ്ടൊന്നിനും പറ്റൂല പടച്ചോനെ, എനിക്ക് പ്രായമായി പല രോഗങ്ങളുണ്ട്. എന്റെ ഭാര്യക്കാണെങ്കിൽ 99 വയസ്സുണ്ട് ഓൾക്ക്. അല്ലാഹു അവൾക്കും പല രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ട് പടച്ചവനെ, ഓള് പ്രസവിക്കാത്തവളാ. അതുകൊണ്ട് റഹ്മാനായ അല്ലാഹ് ഞങ്ങൾ രണ്ടുപേർക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും നിനക്ക് കഴിയും തരാൻ. ഒരൊറ്റ ദുആ ചെയ്തു, അല്ലാഹു കൊടുത്തു യഹ്യാ നബി അലൈഹിസ്സലാമിനെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാണോടെ നമുക്ക് വേണ്ട വിശ്വാസം. ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. മക്കളുണ്ടാകാൻ വേണ്ടി കേരളത്തിന്റെ ഏതെല്ലാം ഹോസ്പിറ്റലിൽ പോകാൻ കഴിയുമോ അവിടെ മുഴുവനും പോയി, ഏതെല്ലാം മരുന്ന് കഴിക്കാൻ പറ്റുമോ ആ മരുന്നെല്ലാം കഴിച്ചു. പക്ഷേ നീ ഇന്ന് വരെ അല്ല പറഞ്ഞ മരുന്ന് കഴിച്ചിട്ടുണ്ടോ കാക്ക? ഇരിക്കണം നിങ്ങളോട് പറയുന്നു ഉസ്താദെ കച്ചവടമില്ല, കച്ചവടമില്ല, കച്ചവടമില്ല. അല്ല പറഞ്ഞ മരുന്ന് നീ ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കച്ചവടമുണ്ടാകാൻ അള്ളാഹു മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. അള്ളാന്റെ വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത എന്താ ഉള്ള? എല്ലാം ഖുർആനിലുണ്ട്. പക്ഷെ നീ ഖുർആൻ പഠിക്കത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ ഖുർആൻ പറഞ്ഞ മക്കൾ ഉണ്ടാകണോ? മരുന്ന് ഖുർആനിലുണ്ട്. മഹാനായ ഹസൻ ബസ്രി തങ്ങൾ ഒരിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ഒരാൾ കയറി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, നാട്ടിലെങ്ങും വെള്ളമില്ല, വല്ലാത്ത ക്ഷാമം, മഴയില്ല, വല്ലാത്ത ക്ഷാമം, വല്ലാത്ത പ്രയാസം, തങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. എന്താ ചെയ്യണ്ടേ? എന്താ ഒരു വഴി എന്താ? മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇത് പറഞ്ഞാ മതി. മഴ വേണോ? അസ്തഗ്ഫിറുല്ലാഹ് പറ. രണ്ടാമതൊരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വല്ലാത്ത പ്രയാസവ, കച്ചവടമൊക്കെ ആകെ ബുദ്ധിമുട്ടില്ല, വലിയ നഷ്ടം വരികയാ, സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയാ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, കച്ചവടത്തിൽ ബർക്കത്ത് വേണോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞോ. മൂന്നാമതൊരാൾ വന്നു, കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി, തങ്ങളെ മക്കളില്ല, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി, മക്കളില്ല, എന്താ ചെയ്യേണ്ടത്? പറഞ്ഞു കൊടുത്തു അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറയാൻ. 3 പേരോട് ഒരേ മരുന്നാ പറഞ്ഞു കൊടുത്ത. ശിഷ്യന്മാര് ചോദിച്ചു, എന്റെ പൊന്നാര ഉസ്താദെ ഇതെന്താ എല്ലാത്തിനും ഒരു മരുന്ന് തന്നെ? 3 പേരോടും പറഞ്ഞത് ഒരേ മരുന്ന് തന്നെ. അപ്പോഴാണ് മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ
വയംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അസ്തഗ്ഫിറുല്ലാഹ് പറയാനാ പറഞ്ഞേ. വെള്ളമില്ലേ, മഴ വേണോ, വെള്ളം വേണോ, അസ്തഗ്ഫിറുല്ലാഹ്. കച്ചവടത്തിൽ ബറക്കത്ത് വേണോ, അസ്തഗ്ഫിറുല്ലാഹ്. മക്കള് വേണോ, അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് പറയാനാ അല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ട് മക്കളില്ലാത്തവർ, കടയിൽ കച്ചവടമില്ലാത്തവർ, വെള്ളക്ഷാമം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അസ്തഗ്ഫിറുല്ലാഹ് പറ. അല്ലാഹു നമുക്ക് പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ എന്ന് പറഞ്ഞാൽ നഷ്ടമില്ലാത്ത കച്ചവടമാ. ആരല്ലാഹുവിന്റെ മുമ്പിൽ കൈനീട്ടിയാലും അല്ലാഹു മൂന്നാലൊരു കാര്യം അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാലൊരു കാര്യം. സിറാജിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടിയ ചിലപ്പോൾ എന്തെങ്കിലും തരും, ഇല്ലെങ്കിൽ തരൂല. അത് എൻ്റെ സ്വഭാവം. പക്ഷെ അല്ലാഹുടെ സ്വഭാവം അങ്ങനല്ല. അല്ലാഹുടെ മുമ്പിൽ ആര് കൈനീട്ടിയാലും അല്ലാഹു മാന്യന, വെറുതെ വിടൂല. അല്ലാഹു വെറും കൈയോടെ മടക്കൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം? നിർത്താറായോ? നല്ല പച്ചക്കറിയാ. ഓണമൊക്കെ കഴിഞ്ഞപ്പോഴാ പച്ചക്കറി വരുന്നത്. പള്ളിപ്പറമ്പിലെ പച്ചക്കറി ഇല്ലേ? അൽഹംദുലില്ലാ. വിഷമൊന്നും അടിക്കാത്ത പച്ചക്കറി ഇല്ലേ? ശരി. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ അല്ലാഹുവിന്റെ മുമ്പിൽ കൈനീട്ടിയാൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് അല്ലാഹു നിനക്ക് തരും. നീ പേടിക്കണ്ട, വെറും കൈയോടല്ല മടക്കൂല. ഒന്നുകിൽ നീ എന്താണോ ചോദിച്ചത് ആ ചോദിച്ചത് അല്ലാഹു തരും. നീ എന്താണോ അല്ലാഹുവിനോട് ചോദിച്ചത് ആ ചോദിച്ചത് തന്നെ റബ്ബ് തരും. വീടാണോ, പണമാണോ, മക്കളാണോ, ആരോഗ്യമാണോ, ജോലിയാണോ, എന്ത് ചോദിച്ചോ അല്ലാഹു തരും. അതല്ലെങ്കിൽ നീ ചോദിച്ചത് അല്ലാഹു തരൂല. ആ ദുആ നേരെ പരലോകത്തേക്ക് അല്ലാഹു മാറ്റിവെക്കും. അത് നാളെ അള്ളാന്റെ കോടതിയിൽ മസ്സറയിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ ആ മാറ്റിവെച്ചതിന്റെ മഹത്വം എന്താണെന്ന്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നീ ചോദിച്ചതും തന്നില്ല, അല്ലാഹു മഹ്ശറയിലേക്ക് മാറ്റിയും വെച്ചില്ല എങ്കിൽ മൂന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷർറ്, നിനക്ക് വരാനിരിക്കുന്ന ഒരു മുസീബത്ത് അല്ലാഹു തട്ടിമാറ്റിക്കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിനക്ക് വരാനിരിക്കുന്ന ഒരു മുസീബത്തെങ്കിലും, ഒരു ഷർറെങ്കിലും ദുആ കൊണ്ട് തട്ടിമാറ്റും. അതുകൊണ്ടാണ് ദുആ ചെയ്യാൻ പറഞ്ഞേ. അതുകൊണ്ടാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രത്തോളം ദുആ ചെയ്യാൻ കഴിയുമോ? എന്തിനാ ഉസ്താദെ എവിടെ പോയാലും ദുആ? നിസ്കരിച്ച ദുആ, മുമ്പ് ദുആ, ശേഷം ദുആ, അവിടെ ദുആ, ഇവിടെ ദുആ, കൂട്ടപ്രാർത്ഥന, അത് ഇത് എല്ലാം കുറ്റം പറയുക. എന്തിനാ ദുആ? എടാ പൊന്നാര ചങ്ങാതി, ദുആ ചെയ്യണം. ദുആ ചെയ്താൽ ദുആ ചെയ്യുന്ന മനുഷ്യന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാൾ നിത്യമായി ദുആ ചെയ്യുന്ന ആളാണെങ്കിൽ സിറാജ് ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ അല്ലാഹുവിന്റെ പോയിട്ട് പറയും, പടച്ചവനെ സിറാജ് ദുആ ചെയ്യുന്നല്ല. അല്ലാഹുവിന്റെ അടുക്കൽ പറയും, പടച്ചവനെ സിറാജ് ദുആ ചെയ്യുന്ന. കാരണം സിറാജിന്റെ ശബ്ദം മലക്കുകൾക്കറിയാം. അതാണ് നമ്മൾ എത്രത്തോളം നമ്മൾ ദുആ ചെയ്യാൻ കഴിയുമോ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആഇന്റെ ശബ്ദം, നമ്മുടെ ശബ്ദം പോലും മലക്കുകൾക്കറിയാം. അവർ അല്ലാഹുവിനോട് പറയും, സിറാജിന്റെ ദുആ സ്വീകരിക്കണേ അല്ലാ, അവൻ ഉത്തരം കൊടുക്കണേ എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്യ്. വയദുഊനനാ റഗബൻ വറഹബ. അല്ലാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. നമ്മുടെ മനസ്സിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, പണ്ടത്തെ കാലത്ത് പാമ്പായിക്ക് ഒരു പ്രയാസം വന്നാൽ കളിച്ചാപ്പി പോത്തില്ല, കടത്തിണ്ണെ പോത്തില്ല, കടപ്പുറത്ത് പോയിരിക്കില്ല. വാപ്പായിക്കൊരു പ്രശ്നം വന്നാൽ നേരെ പള്ളിയിൽ പോകും, 2 റക്അത്ത് നിസ്കരിക്കും, എന്നിട്ട് ദുആ ചെയ്യും, പരിഹാരം കാണും. അവര് പള്ളിയിൽ പോയിരുന്ന് നിസ്കരിച്ച് ദുആ ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ മക്കാമകളുടെ മുമ്പിൽ പോകും. അൽഹംദുലില്ലാഹ്, എത്രയോ ഔലിയാക്കന്മാർ, മഹാന്മാർ അവരുടെ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് ദുആ ചെയ്യും. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ഗൗസുൽ ആലമിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് ഈ മാസം. മഹാനായ ഗൗസുൽ ആലമിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അവിടുത്തെ പൊരുത്തം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ ആളല്ല. മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം നല്ലതുപോലെ. സാധാരണ ഒരാളല്ല. തൻ്റെ ഉപ്പയുടെയും തൻ്റെ ഉമ്മയുടെയും പരമ്പര നബിതങ്ങളുടെ കുടുംബത്തിലേക്ക് ചെല്ലുന്ന വ്യക്തിയാണ്.
മഹാനായ ഗൗസുൽ ആലമിന്റെ കുടുംബ പരമ്പര എടുത്തു നോക്കിയാൽ ഉമ്മാടെ പരമ്പരയും പോകും, വാപ്പയുടെ പരമ്പരയും നബിതങ്ങളുടെ കുടുംബത്തിൽ പോയി അവസാനിക്കും. അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ് മഹാനായ ഗൗസുൽ ആലം. അള്ളാഹു അവിടത്തെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്, ആത്മാർത്ഥമായി ദുആ ചെയ്. ഞാൻ ചോദിച്ചാൽ എൻ്റെ റബ്ബ് എനിക്ക് എന്തും തരുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം ദുആ ചെയ്യാൻ. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. 10 മണിയായോ? എല്ലാവരും വാച്ച് നോക്കുന്നു. 10 മണിയായപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി കൊടുക്കുമാറാകട്ടെ. വാച്ചിൽ നോക്കുന്നുണ്ട്. ഉസ്താദ് 10 മണിക്ക് നിർത്താന്ന് പറഞ്ഞല്ലേ, അപ്പൊ വാച്ചിൽ നോക്കുന്നുണ്ട്, എന്നെയും നോക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെയൊക്കെ അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ. നിർത്താറായോ? നിർത്തട്ടെ? എന്ത് വേണം? നിർത്താറായോ? നിങ്ങൾ പറഞ്ഞ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലടോ. നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയും, ഇല്ലെങ്കിൽ ഞാൻ ഓതിയ ആയത്ത് ഇനി ഒന്നുകൂടെ ഉണ്ട്. നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ ഞാൻ പറയില്ലെങ്കിൽ ദുആ ചെയ്യും. എന്ത് വേണം? ദുആ ചെയ്യട്ടെ? പറയണോ ദുആ ചെയ്യണോ? കാരണം 10 മണി വരെ എനിക്ക് സമയമുള്ളൂ. 10 മണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കാണ് അവസരം. എന്താ പറയണോ നിർത്തണോ? ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റും കൂടെ ഇരിക്കുക ഉസ്താദെ. ഒന്ന് കൈവക്കിക്കേ. പൈസ ഒതുക്കുമ്പോ ഇവിടെയൊക്കെ തന്നെ കാണണം എല്ലാം കേട്ടാ. അല്ലാഹു പറയുകയാണ്, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ആ സ്വർഗത്തിന്റെ അവകാശികളുടെ മൂന്നാമത്തെ സ്വഭാവം വകാനൂലനാ അല്ലാഹു പറയുകയാണ്, അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. വകാനൂ ലനാ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാണ് ഈ സദസ്സിലിരിക്കുന്ന. ആർക്കാ അല്ലാഹുവിനെ പേടിയുള്ളത്? അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ പറയടോ. നമുക്ക് അല്ലാഹുവിനെ പേടിയില്ല, നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല, അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല. പടച്ചവനെ, അല്ലാഹുവിനെ കുറിച്ച് ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാൻ പറഞ്ഞാൽ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന, നിന്റെ വീടിന്റെ പരിസരത്തുള്ള ഒരു അമുസ്ലിമായ സഹോദരൻ ചോദിക്കുന്നു, ആരാ അല്ലാഹ്? ഈ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന കാക്ക അല്ലാഹ് ആരാണെന്നൊന്ന് പറയാൻ പറഞ്ഞ 5 മിനിറ്റേ നിനക്ക് പറയാനുള്ളൂ. നിനക്ക് പോലും അറിയില്ല അല്ലാഹ് ആരാണെന്ന്. അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണേ, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണേ. അല്ലാഹ് ആരാണെന്നറിഞ്ഞാ ഭയക്കുമടോ, പേടിക്കുമടോ. തെറ്റു ചെയ്യാൻ പേടിയാ, തെറ്റു ചെയ്യാൻ പേടിയാ. നിന്റെ മോഹങ്ങളും നിന്റെ ആഗ്രഹങ്ങളും ഒക്കെ കളയുകയാ. പിന്നെ പടച്ചവനിലേക്ക് മടങ്ങുകയാണ്. പെങ്ങളെ, നമുക്ക് അല്ലാഹുവിനെ പേടിയില്ലടോ. അങ്ങനെ പേടിയണ്ടായിരുന്നെങ്കിൽ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ, പടച്ചവരെ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ നിസ്കരിക്കാതെ നമുക്ക് ഉത്തരം കൊടുക്കാതെ നടക്കാൻ കഴിയുമോ? പെങ്ങളെ, ഔറത്ത് മറയ്ക്കാതെ നടക്കാൻ കഴിയുമോ? അഹങ്കാരികളെ പോലെ നടക്കാൻ കഴിയുമോ? എങ്ങനെയാ കള്ള് കുടിക്കാൻ പറ്റുക? വ്യഭിചരിക്കാൻ തോന്നുന്നത്, പാപം ചെയ്യാൻ തോന്നുന്നത്, കള്ളത്തരങ്ങൾ കാണിക്കാൻ തോന്നുന്നത്, ഹറാമായ കാര്യങ്ങൾ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹറാമായതുമായി ബന്ധപ്പെടരുതെന്ന്. ഹറാമായ കാര്യങ്ങൾ ചെയ്യാനെന്ന് പേടിയില്ലടോ, ഹറാമായ കാര്യങ്ങൾ ചെയ്യാനെന്ന് പേടിയില്ല. പടച്ചവനെ, ഹലാലും ഹറാമും നോക്കാറില്ല. കള്ളത്തരങ്ങൾ കാണിക്കുകയാണ്, പറ്റിക്കുകയാണ്, പിടിച്ചുപറിക്കുകയാണ്. ഏത് വൃത്തികേടുകൾ ചെയ്തിട്ടാണെങ്കിലും മനുഷ്യന് പണം മതിയടോ, മനുഷ്യന് പണം മതിയടോ. അവിടെ ഹലാലും
ഹറാമും നോക്കാറില്ല. ഏത് വഴിയിലൂടെയാണെങ്കിലും മനുഷ്യന് പണം മതിയടോ, അതിനെന്ത് തരം താഴ്ന്ന പണിയും നമ്മൾ ചെയ്യുമല്ലോ, ഏത് മോശമായ പ്രവർത്തനങ്ങളും നടത്തുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഹറാമ് നബി തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു വീട്ടിൽ ഹറാമ് വന്നാൽ, ഹറാമായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോ അള്ളാഹു അവരുടെ ആയുസ് കുറച്ചു കളയുമെന്നാണ്, ആയുസ് കുറഞ്ഞു പോകുമെന്നാണ്. ഒരു ചിന്തയില്ലടോ പടച്ചവനെ, ഈ മുസ്ലിം സമുദായമേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ് കള്ള് കുടിക്കാൻ പാടില്ല, കള്ള് ഹറാമാണെന്ന് പറഞ്ഞപ്പോ, കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞപ്പോ സഹാബത്ത് എന്ത് ചെയ്തെന്നറിയോ? ആ കള്ള് മാത്രമല്ല കളഞ്ഞത്, ആ കള്ള് ഒഴിച്ചു വെച്ചിരുന്ന കുപ്പി പോലും നശിപ്പിച്ച് കളഞ്ഞടോ. ഇതാണ് മുസ്ലിമിന്റെ സ്വഭാവം. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പറ്റിച്ചും നീ കാശുണ്ടാക്കിയിട്ട് കാര്യമില്ല, വളഞ്ഞ വഴിയിലൂടെ സമ്പാദിച്ചിട്ട് കാര്യമില്ല. സഹോദരാ, അധ്വാനിക്കടോ, കഷ്ടപ്പെടണമടോ. നിബിതങ്ങളൊരു സഹാബിയുടെ കൈ പിടിക്കുമ്പോ അധ്വാനിച്ചിരിക്കുന്ന, കയ്യിൽ തഴമ്പുള്ള ഒരു സഹാബിയെ കണ്ടു. അധ്വാനിച്ചു ജോലി ചെയ്തിട്ട് കുടുംബത്തെ പോറ്റുന്ന ഒരു സഹാബിയെ കണ്ടു. പ്രവാചകൻ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്തടോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നേരായ വഴിയത്തിൽ നേരായ മാർഗത്തിലൂടെ സമ്പാദിക്ക്, അല്ലാതെ വരുന്നത് വാഴൂല. നേരായ മാർഗത്തിൽ സമ്പാദിക്ക്. കള്ളത്തരവും എന്തിനാവശ്യമില്ലാത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓണബമ്പർ അടിക്കാത്ത എന്റെ സങ്കടത്തിൽ നടക്കണ കാക്കാമാരില്ലേ? എടോ, ഞാൻ 2-3 ദിവസം മുമ്പ് പെട്രോൾ അടിക്കാൻ പമ്പിൽ പോയതാ. പെട്രോൾ അടിക്കാൻ പമ്പിൽ പോയപ്പോ ഒരമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, അച്ഛാ, ഓണബമ്പർ 25 കോടി 4 ദിവസം കൂടെ ഉള്ളു, എടുത്തോളാൻ. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ട, എനിക്കിത് വേണ്ട. ഇല്ല അച്ഛാ, നിങ്ങൾ എടുക്ക്, നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് അടിക്കുമെന്ന്. ആ അമ്മേനോട് പറഞ്ഞ 4 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് അടിക്കും, നിങ്ങൾ ധൈര്യമായിട്ട് എടുക്ക്. ഞാൻ പറഞ്ഞു, എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, ഇത് എവിടെ കൊണ്ടുവെക്കാനാ, ഇത് അടിച്ചാൽ ഞാൻ എവിടെ കൊണ്ടുവെക്കും, എനിക്ക് വേണ്ട. അപ്പോഴും അമ്മ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുക. അവസാനം അമ്മ പറഞ്ഞു, എന്നാ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് എനിക്ക് തരാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് എനിക്കിതാ. ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് പാവം എടുത്തൂടാ, ഇത് ഹറാമാ. അമ്മയോട് പറഞ്ഞു. അപ്പൊ എന്റെ വണ്ടിയിൽ എണ്ണയടിച്ച ചേച്ചിയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒരെണ്ണം എടുത്തൂടെ? ആ ചേച്ചിയോട് ചുമ്മാ തമാശക്ക് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് എടുത്തൂടെ? ആ സഹോദരിക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആ സഹോദരി പറഞ്ഞ ഒരു മറുപടി എന്തെന്നറിയോ? ആ പ്രിയപ്പെട്ട ചേച്ചി എനിക്ക് തന്ന വലിയൊരു ഉപദേശമുണ്ട്. തമാശക്ക് പറഞ്ഞതാണെങ്കിലും ആ ചേച്ചി എന്നോട് പറഞ്ഞ ഒരു മറുപടി, അധ്വാനിച്ചുണ്ടാക്കുന്നതേ വാഴത്തുള്ളെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, എന്റെ പ്രിയപ്പെട്ട സമുദായം, എന്തേ നിങ്ങൾ മനസ്സിലാക്കാത്തത്? 25 കോടി എന്നൊക്കെ കേൾക്കുമ്പോ ചാടി വീഴുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തേ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാത്തത്? എന്തേ? കഴിഞ്ഞ വർഷം ലോട്ടറി അടിച്ച സഹോദരന്റെ വാർത്ത നിങ്ങൾ യൂട്യൂബിലും പത്രങ്ങളിലൊക്കെ നോക്ക്. ആ മനുഷ്യൻ തന്നെ പറയുന്നത് ഇത് അടിക്കരുതെന്നാ. കാരണം എന്തേ? അടിച്ചു കഴിഞ്ഞാൽ സമാധാനം പോയി. അദ്ദേഹം തന്നെ പറയുന്ന, അല്ലെങ്കിൽ അടിച്ചവരോട് നിങ്ങൾ ചോദിക്ക്, ലോട്ടറി അടിച്ച മനുഷ്യൻ ആ താൽക്കാലികമായി ആ സമയത്തുള്ള ലാഭങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ടവർ, അദ്ദേഹം തന്നെ പറയുന്നു, ഇത് അടിച്ചതിന് ശേഷം ഉള്ളത് സമാധാനം പോയി. എത്ര പേര് ലക്ഷക്കണക്കിന് രൂപ, എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് ഇത് മനുഷ്യനെടുക്കാൻ തയ്യാറാകുന്നത്. എടോ, അധ്വാനിച്ച് കിട്ടുന്നത് അത് എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. വളഞ്ഞ വഴിയിലൂടെ ഒന്നും നമുക്ക് നേടാൻ കഴിയില്ല. എന്തിനാ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പണക്കാരനാകണം, ഭാഗ്യപരീക്ഷണം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്? ഈ വർഷം അടിച്ചിരിക്കണമെന്ന് മുസ്ലിമിനാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹറാമും ഹലാലും നല്ല ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ജീവിക്കാറ്. അള്ളാഹുവിനെ ഭയന്ന് വേണം ജീവിക്കാറ്. പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കണം സഹോദരാ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്. അല്ലാഹ് പറയുകയാ, വകാനൂ ലനാ ഖശീ.
പെങ്ങളെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക് പൊന്നുമോള്. അല്ലാഹുവിനെ പേടിച്ച് വേണം ജീവിക്കാൻ. പെങ്ങളെ തലമറയ്ക്കണേ, ഫർദയിടണേ, ഹിജാബ് ഇടണേ, ശരീരം മറയ്ക്കണേ. അല്ലാതെ അടിച്ചു പൊളിക്കാനുള്ളതല്ല ആയുസ്. നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല ആയുസ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ. ഇതൊക്കെ പറയുമ്പോ നമ്മളെ കളിയാക്കുന്നവരുണ്ടോ, പരിഹസിക്കുന്നവരുണ്ടോ. ഉസ്താദേ, നിങ്ങളൊക്കെ എത്ര വാഴ പറഞ്ഞാലും എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല. പെണ്ണുങ്ങൾ പറയുന്നത് ഉസ്താദന്മാർക്ക് മുഴുവനും ഞങ്ങളോട് വല്ലാത്ത ദേഷ്യമാണ്. ഏത് വാഴ പറയുന്ന ഉസ്താദും പെണ്ണുങ്ങളെയാണ് കുറ്റം പറയുന്നത്. ആരാ പറഞ്ഞത്? പെങ്ങളെ, നിന്നോട് വാശിയില്ല, നിന്നോട് വൈരാഗ്യമില്ല. നീ നന്നായേ പറ്റൂ, നീ നന്നായേ പറ്റൂ. പെങ്ങളെ, നീ നന്നായാ വീട് നന്നായി. പെണ്ണ്, നീ നന്നായ മക്കള് നന്നായി, നീ നന്നായ മക്കള് നന്നായി. പെണ്ണ് നല്ലവളാണോ? പെണ്ണ് നല്ലവളാണോ? പടച്ചവരെ, മക്കള് നന്നാകുമടോ. പേടിയുള്ള പെണ്ണാണോ? മക്കള് നന്നായി. വാപ്പ നല്ല മനുഷ്യനാണ്. കെട്ടിയ ഭാര്യ അല്ലാഹുവിനെ പേടിയില്ലാത്തവളാണോ? മഅദല്ലാ, മക്കള് തലതിരിഞ്ഞു പോകുമടോ, മക്കള് തലതിരിഞ്ഞു പോകുമടോ. അല്ലാഹുവേ, 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബി 950 കൊല്ലം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ഭാര്യ അല്ലാഹുവിനെ വിശ്വാസമില്ലാത്തവളായി. അത് കാരണം തന്റെ പൊന്നാര മകന് തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങി മരിക്കുമ്പോ വെള്ളത്തിന്റെ അകത്ത് മുങ്ങിത്താടുന്ന പൊന്നുമോനോട് നൂഹ് നബി വിളിക്കുന്നു, യാ ബുനയ്യാ, ഉപ്പാട പൊന്നുമോരേ, ഉപ്പാട പൊന്നുമോരേ. വാപ്പ പറയുന്നത് കേൾക്കടാ. ഉപ്പാട കൂടെ ഈ കപ്പലിനകത്ത് കയറി രക്ഷപ്പെടുപോര്. ഇന്ന് അല്ലാഹുവിന്റെ അദാബ് വന്നിരിക്കുകയാണ്. ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹ്. വെള്ളത്തിന്റെ അകത്ത് മുങ്ങിത്താടുന്ന പൊന്നാര മകനോട് നൂഹ് നബി പറയുമ്പോ അവൻ പറഞ്ഞ മറുപടി, വാപ്പയുടെ പണി നോക്ക്. ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ എന്റെ രക്ഷപ്പെട്ടുകൊള്ളാ, ഞാൻ എന്റെ കാര്യം നോക്കിക്കൊള്ളാ. അവസാനം മുങ്ങി മരിച്ചടോ. ഒരു പ്രവാചകന്റെ ചരിത്രമാ പറയുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാം പ്രവാചകനായിരുന്നു. ഭാര്യ അല്ലാഹുവിനെ വിശ്വാസത്തില്ലാത്തവളായിരുന്നു. തന്റെ പൊന്നാര മക്കനും അവിടെ നിന്ന് പോയടോ, തന്റെ മക്കളും അവിടെ നിന്ന് പോയടോ. അതുകൊണ്ടാ പറയുന്നത്, പെങ്ങളെ നന്നാകണം. പെങ്ങള് മോനെ, കല്യാണത്തിന് പോകുമ്പോ ഉസ്താദന്മാര് പറയുമല്ലോ, തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങളാണ് പെണ്ണ് കെട്ടുന്നവന് പരിഗണിക്കേണ്ടത്. സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല. ഫളുഫറു ബിദാതി ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കേണ്ടത്. ഹൃദയത്തിന് ദീനുണ്ടോ എന്ന് നോക്കണം ചെറുപ്പക്കാരാ. പണം വരുമടോ, സൗന്ദര്യം വരുമടോ, കുടുംബ മഹിമ വരുമടോ, പക്ഷേ ദീനാണ് വേണ്ടത്. അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനസ്സാണ് വേണ്ടത്. അങ്ങനെയുള്ളവരെ വേണം വിവാഹം കഴിക്കാൻ. ദീനുള്ളതിനെ വേണം കല്യാണം കഴിക്കാൻ. ചുമ്മാതെ പറഞ്ഞതല്ല. ഞാൻ നിനക്കൊരു ഉദാഹരണം പറഞ്ഞു തരാ. അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, രാത്രിയാകുമ്പോ ഇങ്ങനെ ഇറങ്ങി നടക്കും തന്റെ ജനതയുടെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ. മൃതങ്ങൾ രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിനകത്ത് ഉമ്മയും മകളും കൂടെ വഴക്കു കൂടുകയാണ്. ഉമ്മയും മകളും കൂടെ വല്ലാത്ത വഴക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒളിഞ്ഞു കേട്ടതല്ല. മകളും ഉമ്മയും മകളും കൂടെ വഴക്കു കൂടുന്നത് കണ്ടപ്പോ ഒന്നും മിണ്ടാതെ നിന്നു. എന്താ സംഭവം എന്നറിയാൻ. അപ്പം ഉമ്മ മകളോട് പറയുന്നു, മോളെ, പാലിനകത്ത് വെള്ളം ഒഴിക്ക്, പാലിനകത്ത് വെള്ളമൊഴിക്ക്. മകള് പറഞ്ഞു, ഉമ്മ ഇത് പാപവാ, ഇത് ചതിയാ, ഇത് തെറ്റാ, ഞാൻ ചെയ്യൂല ഉമ്മ. ഉമ്മ പിന്നെയും നിർബന്ധിക്കുകയാ, നിന്നോട് പാലിൽ വെള്ളം ഒഴിക്കാനാ, പാലിനകത്ത് വെള്ളം ഒഴിക്കടി. ഉമ്മ വീണ്ടും നിർബന്ധിച്ചു. അപ്പം മകള് പറയുന്നു, ഉമ്മ, രാജ്യം ഭരിക്കുന്നത് ഖത്താബിന്റെ മകൻ ഉമറാ. ഉമർ എങ്ങാണ് ഇത് അറിഞ്ഞ നമ്മളെ രണ്ടെണ്ണത്തിനെയും വെറുതെ വിടൂല, ഞാൻ പാലിൽ വെള്ളം ഒഴിക്കൂല. അപ്പൊ ഉമ്മ ചോദിക്കുന്നു, ഉമർ വീട്ടിൽ കിടന്നുറങ്ങാ?
ഖലീഫ ഉമർ എങ്ങനെ അറിയാനാ നീ പാലിനകത്ത് വെള്ളം ഒഴിക്കുന്നത്? ഉമർ വീടിനകത്ത് കിടന്ന് ഉറങ്ങല്ലേ, നീ പാലിൽ വെള്ളം ഒഴിക്ക്. ആ സമയത്ത് ആ പൊന്നുമകള് പറഞ്ഞു, ഉമ്മാ ഉമർ ഉറങ്ങുമായിരിക്കും, ഉമർ കാണുന്നില്ലായിരിക്കും, പക്ഷെ അല്ല കാണുന്നുണ്ട് ഉമ്മ, അല്ല കാണുന്നുണ്ട്, ഞാൻ കലർത്തൂല വെള്ളം. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയിടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാവിലെ സുബഹി കഴിഞ്ഞപ്പോ ഒരാളെ പറഞ്ഞു വിട്ടു ആ പെണ്ണ് ആരാണെന്ന് അന്വേഷിക്കാൻ. ആ പെൺകുട്ടിക്ക് തെരഞ്ഞൊരാൾ വീട്ടിൽ വന്നപ്പോ ആ പെൺകുട്ടി യതീമ, ആ പെണ്ണൊരു യതീമ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയും അള്ളാനെ പേടിയുള്ള പെണ്ണ് തന്നെയാ. പിന്നെ എന്തുകൊണ്ടാണ് പാലിൽ വെള്ളമൊഴിക്കേണ്ട കാരണം വന്നത്? ഇവർക്കൊരു ഒട്ടകമാണുള്ളത്. ആ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഒരാഴ്ചയായിട്ട് പാലില്ലാത്തത് കാരണം ഇവര് പട്ടിണിയില്ല, തിന്നാനൊന്നുമില്ല. അപ്പോഴാണ് ഒരല്പം പാല് കിട്ടിയത്. അപ്പൊ ഉമ്മ പറഞ്ഞു, മോളെ ആഹാരം കഴിച്ചിട്ട് ഒരാഴ്ചയായി, തിന്നാനൊന്നുമില്ല, ഈ പാലിനകത്ത് ഇത്തിരി വെള്ളം കലർത്തിയിട്ട് കൊടുക്ക്, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമല്ലോ. നീ പാലിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കൊടുത്താൽ എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ കിട്ടും. അപ്പോഴാണ് ആ പെൺകുട്ടി പറയുന്നത് അല്ല കാണുന്നുണ്ടെന്ന്. ഈ സംഭവം ഉമർ തങ്ങൾ അറിഞ്ഞു. ഉമർ തങ്ങൾ നേരെ വീട്ടിൽ ചെന്നിട്ട് 2 ആൺമക്കളെ വിളിച്ചു. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ. തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഒരു പാവപ്പെട്ട പെണ്ണുണ്ട്, കൊട്ടാരമില്ല, വലിയ കുടുംബമൊന്നുമല്ല, യതീമ, പക്ഷെ അല്ല ഉണ്ട് അവളുടെ ഹൃദയത്തില്. എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രായം ചെന്നത് കാരണം ഞാൻ കല്യാണം കഴിക്കണില്ല, പറ്റുമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കഴിക്കുക. ഉമർ തങ്ങൾ ചോദിച്ചു, മക്കളെ, നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിക്കും? ആ പെണ്ണിന് പണവോ കൊട്ടാരവോ ഒന്നുമില്ല, പക്ഷെ അല്ല ഉണ്ട് അവരുടെ ഹൃദയത്തിൽ. ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, എനിക്ക് വേണം ബാപ്പ, ഞാൻ കെട്ടിക്കൊള്ളാം. അങ്ങനെ കല്യാണം കഴിച്ചു. എടോ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു മഹാൻ ലോകത്ത് ജീവിച്ചിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിച്ച ഏതു മനുഷ്യനും കരയും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് മരണം അടുത്തെന്ന് മനസ്സിലായി. തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായപ്പോ കുളിച്ച് റെഡിയായി നേരെ ബെഡ്റൂമിലേക്ക് കയറി വന്നു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ വിളിച്ചു, ഫാത്തിമ ഇങ്ങ് അടുത്തു വാ, എന്റെ മരണം അടുത്തിരിക്കുന്നു, നീ എനിക്ക് പൊരുത്തം തരണം. പൊരുത്തം ചോദിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലോകത്തോട് വിട പറയാൻ പോകുകയാ. തന്റെ ഭാര്യയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട വസീയത്തുകൾ, പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ സംസാരം ഇങ്ങനെ നീണ്ടുപോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, ഇനി നിനക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഫാത്തിമ നിന്ന് കരയുകയാ. കാരണം ഭർത്താവ് മരിക്കാൻ പോകുകയാ, ഭാര്യ നിന്ന് കരയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, എങ്കിൽ വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്കു ഫാത്തിമ, എങ്കിൽ നീ റൂമിന്റെ വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഫാത്തിമ ചോദിച്ചു, എന്തിനാ എന്നെ പുറത്തിറക്കുന്നത്? നിങ്ങൾ മരിക്കാൻ പോകുകയാണ്, ഈ അവസാന സമയം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണ്, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാ. ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം എന്നെ കാണാൻ വരുന്നു. എന്റെ അതിഥികൾ വരുന്നു, എന്റെ അതിഥികൾ വരുന്നു. നീ വെളിയിലിറങ്ങ്, നീ വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. മനസ്സില്ല മനസ്സോടെ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ റൂമിന്റെ പുറത്തിറങ്ങി വാതിലടച്ചു. ഭർത്താവ് റൂമിനകത്താണ്, സക്കറാത്തിന്റെ അവസ്ഥയിലാണ്. ഭാര്യയ്ക്ക് സമാധാനമില്ല. പടച്ചവനെ ആരാ കാണാൻ വരുന്നത്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ആരാ കാണാൻ വരുന്നത്? അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, അസ്സലാമു അലൈക യാ അസ്റായീൽ. അവിടെ അസ്റായീലിനോട് സലാം പറയുകയാ. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട്, തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട് അസ്സലാമു അലൈക യാ അസ്റായീൽ.
മദീനയിൽ അവിടുന്ന് സലാം പറയുകയാ, അവിടുന്ന് സലാം പറയുകയാ. ഫാത്തിമയുടെ കണ്ണ് നിറയുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വന്നിരിക്കുകയാണ്. ഫാത്തിമ പിന്നെയും ഒളിഞ്ഞു നോക്കുകയാണ്. കാണുന്ന രംഗം എന്തെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുന്നു പെങ്ങളെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. എപ്പോഴാ നമസ്കാരം കഴിഞ്ഞല്ല, വീടിന്റെ റൂമിനകത്തിരുന്നല്ല. അസ്റായിൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാണ്. ഏതായത്താ ഓതിയതെന്നറിയുമോ? അതാ ഒളിഞ്ഞു നോക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഓതുകയാ. തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് പറയുന്നു ഫാത്തിമ, തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണം അല്ലാഹു കൊടുക്കുന്നത്. അല്ലാഹുവിനെ പേടിച്ച് നടക്കുന്നവർക്കാണ് അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കുന്നത്. ഫാത്തിമയുടെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുഖത്തേക്ക് തുണിയെടുത്തിട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറയുകയാണ്. അനക്കമില്ലടോ, ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കമില്ല. ഓടി ചെല്ലുകയാണ്. വാതില് തുറന്നകത്തേക്ക് ചെല്ലുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. റൂമിനകത്തു വല്ലാത്ത സുഗന്ധം, മുഖത്തു വല്ലാത്ത പ്രകാശം, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരി. ഫാത്തിമ അടുത്ത് നിന്ന് കരയുകയാണ്. തന്റെ ഭർത്താവിന്റെ മരണം കണ്ടിട്ട് അവിടെ അത്ഭുതപ്പെടുകയാണ്. നാട് മുഴുവനും അറിഞ്ഞു, ജനങ്ങൾ മുഴുവനും കടന്നു വന്നു. എല്ലാവരും പറയുന്നു നല്ല മരണമാ, നല്ല മരണമാ, നല്ല മരണമാ. അവസാനം മയ്യത്ത് കുളിപ്പിച്ചു. അവിടെ നിന്ന് കഫം പൊതിഞ്ഞു. ചുമന്ന പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചു. 6 അടി മണ്ണിലേക്ക് ജനാസ ഇറക്കി വെച്ചു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരി എല്ലാവരും ഖബറിനകത്തിട്ടടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ എവിടെ നിന്ന് ഖബറടക്കി. എല്ലാവരും പടച്ചവനെ ഖബറടക്കി കഴിഞ്ഞപ്പോ ഒരാൾ പോലും തിരിച്ചു പോകുന്നില്ല. എല്ലാവരും പള്ളിയിൽ നിൽക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. എവിടെ നോക്കിയാലും എല്ലാവരും പറയുന്നു നല്ല മരണമാണെന്ന്. അസ്റായിലിനോട് സലാം പറഞ്ഞു. ഖുർആനൂദി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു. ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്ന് പറയാൻ തുടങ്ങി. എന്ത് തീരുമാനിച്ചെന്നറിയോ? അവസാനം എല്ലാവരും കൂടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെന്നു. ഫാത്തിമ സങ്കടപ്പെടുത്താൻ വന്നതല്ല ഫാത്തിമ, നിന്നെ വേദനിപ്പിക്കാൻ വന്നതല്ല ഫാത്തിമ. ഭർത്താവ് മരിച്ചതിന്റെ പ്രയാസത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം. നീ ഇരിക്കുകയാണെന്നും ഞങ്ങൾക്കറിയാം. ഈ നാട് മുഴുവനും നിന്റെ ഭർത്താവിനെ കബറടക്കിയിട്ട് വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുകയാണ്. ഒരേ ഒരു കാര്യം അറിയാൻ, ഒരേ ഒരു കാര്യം ചോദിക്കാൻ. എന്താണ് ഞങ്ങൾക്കറിയേണ്ടതെന്നറിയോ ഫാത്തിമ? നിന്റെ ഭർത്താവ് അസ്റായിലിനോട് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതി.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു, ഷഹാദത്ത് കലിമ പറഞ്ഞു. നിന്റെ ഭർത്താവിന് സുഗന്ധമായിരുന്നു, നിന്റെ ഭർത്താവിന് സുഗന്ധമായിരുന്നു. ഫാത്തിമ, ഞങ്ങളും ഒരു ദിവസം മരിക്കും ഫാത്തിമ, ഞങ്ങൾക്കും ഒരു നല്ല മരണം വേണം ഫാത്തിമ. അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്നു പറഞ്ഞു തരുമോ? എന്തുകൊണ്ടാണ് അല്ല ഇങ്ങനെ ഒരു മരണം കൊടുത്തത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയോട് അതാ ജനങ്ങൾ മുഴുവനും ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുകയാ, മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അക്സറിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദന അഖ്വഫ ലില്ലാഹ്. ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. അവിടെ നിന്ന് പറയുകയാ, മാ റഅയ്തു അഹദന അഖ്വഫ ലില്ലാഹ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിച്ച് നടന്ന വേറെ ഒരാള്. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച വേറെ ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിന്ന് മഹദി പറയുകയാ, ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിലിരുന്ന് രാത്രിയിൽ സംസാരിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവേ റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്കി ഹത്താ യുസ്ബിഹാ. അല്ലാഹുവിന്റെ പേര് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി, എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. വെളുപ്പാങ്കാലം വരെ ഇരുന്ന് കരഞ്ഞടോ. നരകം പറഞ്ഞപ്പോഴല്ല, മരണം പറഞ്ഞപ്പോഴല്ല, ഖബർ പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ വെളുപ്പാങ്കാലം വരെ ഇരുന്ന് കരഞ്ഞു എന്ന് പറയുമ്പോ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ല പറഞ്ഞ സത്യവിശ്വാസി ഇതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? വാപ്പാ, ഉമ്മാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്ന് നിനക്കറിയുവോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ? അല്ലാഹുവേ, ഉമർ തങ്ങൾ പാതിരാത്രി വീടിന്റെ പരിസരത്ത് കൂടെ നടന്നു പോയപ്പോ പാലില് വെള്ളം കലർത്തടി എന്ന് ഉമ്മ നിർബന്ധിച്ചപ്പോ, ഉമ്മ അല്ലാഹു കാണുന്നുണ്ട് ഉമ്മ, ആര് കണ്ടില്ലെങ്കിലും അല്ല കാണുന്നുണ്ട് ഉമ്മ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഉമ്മ, അല്ല കാണുന്നുണ്ടെന്ന് പറഞ്ഞ ആ പാപപ്പെട്ട യതീമായ പൊന്നുമോളുണ്ടല്ലോ, ഉമർ തങ്ങളുടെ മകനല്ലേ വിവാഹം കഴിച്ചത്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് ആ പെണ്ണിന്റെ കുടുംബത്തിൽ ജനിച്ച മകനാണെന്ന് ചരിത്രം പറയുമ്പോ, പെങ്ങളെ വൈരാഗ്യമില്ല, വാശിയില്ല, വെറുപ്പില്ല. നീ നന്നാകണം മോളെ, നീ നന്നായ വീട് നന്നായി, പെങ്ങള് മക്കള് നന്നായി ഉമ്മ.
അതുകൊണ്ട് ഈ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാണ് ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ എപ്പോഴാണ് കടന്നു വരുന്നതെന്നറിയില്ല. വയനാട് രാത്രിയിലെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി എത്രയോ പേരുടെ ജനാസ പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലടോ. എല്ലാം പോയില്ലേ, ഒരു നിമിഷം കൊണ്ട് സർവ്വതും നഷ്ടപ്പെട്ടു പോയില്ലേ. ഇത്രയുള്ള ചെറുപ്പക്കാരാ, പെങ്ങളെ എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. കുല്ലും റിഇൻമോ സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗത്ത് വദിനാ മിൻ ശിറാകീൻ അലിഹി. കാലിൽ കിടക്കുന്ന ചെരുപ്പിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കണേ ചെറുപ്പക്കാരോ, പെങ്ങളെ ചെരുപ്പിൽ നോക്കണേ പൊന്നുമോള്. എന്തിനാണ് നോക്കാൻ പറയുന്നതെന്നറിയോ? ആ ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ ഇതുപോലെ മരണം കൂടെയുണ്ടുമ്മാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ, അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തി ജീവിക്കണേ. അല്ലാഹുവേ, ഖുർആൻ എവിടെന്ന് പറയുന്ന മൂന്നാമത്തെ വിഭാഗം വകാനൂ ലനാ ഖാശീൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവര് എല്ലാവരും പറയും, ഉസ്താദേ ഞങ്ങൾക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. നാവ് കൊണ്ട് പറഞ്ഞാ പോരാ വാപ്പാ, ചെറുപ്പക്കാരാ നാവ് കൊണ്ട് പറഞ്ഞാ പോരാ, പെങ്ങളെ ചുമ്മാതെ പറഞ്ഞാ പോരാ. ഒരാള് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുമോ? നിനക്ക് അല്ലാഹുവിനെ പേടിയുണ്ടോ? നീ പറയുന്നത് സത്യമാണോ? 5 അടയാളമുണ്ട് വാപ്പാ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 5 അടയാളമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാൾക്ക് നോക്കിയാൽ അവനിൽ 5 അടയാളം കാണാം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.